ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഇപ്പോൾ ഞാനൊരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരുന്നത്. വേറൊന്നുമല്ല, നമുക്ക് നമ്മളെല്ലാവരും പല പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. കുറച്ച് പേര് മഹാദേവനെ, പാർവതി ദേവിയെ, ഗുരുവായൂരപ്പനെ, ഭദ്രകാളി, കൊടുങ്ങല്ലൂരമ്മ ദേവിയെ, അങ്ങനെ ഒരുപാട് പേര് പല പല ദൈവങ്ങളെ വിശ്വസിക്കുന്ന അവരാണ് കൂടുതൽ എല്ലാവരും. അപ്പോൾ അതിൽ കുറച്ച് പേർക്ക് ഉള്ളൊരു സംശയമാണ്, നമുക്ക് ഈ ദൈവങ്ങളെ നമുക്ക് ഭഗവാനായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പം മഹാദേവനെ പൂജിക്കുന്നവർ മഹാദേവനെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത്, അതുപോലെ പാർവതി ദേവിയെ അമ്മയുടെ സ്ഥാനത്ത്, കൊടുങ്ങല്ലൂരമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും പവിത്രമായിട്ട് അമ്മയുടെ സ്ഥാനത്താണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് കണ്ടാണ് നമ്മൾ അമ്മയുടെ നടയിൽ ചെന്ന് നമ്മുടെ എന്താ പറയുക, ദുരിതങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, ഇതെല്ലാം നമ്മൾ അമ്മയുടെ തൃപ്പാദങ്ങൾ, അതുപോലെ മഹാദേവൻ്റെ തൃപ്പാദങ്ങൾ നമ്മൾ സമർപ്പിക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇതിനേക്കാളൊക്കെ ഒരു ഉപരിയായിട്ട് നമുക്ക് നമ്മുടെ ഗുരുവായൂരപ്പനെ ഭഗവാനായിട്ട് മാത്രമല്ല കേട്ടോ കാണാൻ സാധിക്കുക. അതായത് ഗുരുവായൂരപ്പനെ നമുക്ക് നമ്മുടെ ഒരു മകനായിട്ട്, കുഞ്ഞുണ്ണിയായിട്ട് നമുക്ക് കണ്ട് മകനെ നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ആ കുഞ്ഞിനെ പാലൂട്ടി വളർത്തുക, അതുപോലെ കുഞ്ഞിനെ നമ്മളെങ്ങനെയാണ് സ്നേഹിക്കുക, നമ്മൾ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കില്ലേ, അതുപോലെ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം, മടിയിലിരുന്ന് നമുക്ക് താലോലിക്കാം, മാമൂട്ടാം, അതുപോലെ നമുക്ക് എന്താ പറയുക, കൊഞ്ചിക്കാം, ലാളിക്കാം, ഇതെല്ലാം ചെയ്യാം. അതുപോലെ നമുക്കൊരു കുഞ്ഞുണ്ണിയായിട്ട് നമുക്ക് നമ്മുടെ ഗുരുവായൂരപ്പനെ കാണാം. അതുപോലെ ഒരു കൂട്ടുകാരനായിട്ട് കാണാം. അതുപോലെ തന്നെ നമുക്ക് വരുന്ന സങ്കടങ്ങൾ, വിഷമങ്ങൾ, ഇതെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു കൂട്ടുകാരനായിട്ട്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു കാമുകനായിട്ടോ ഭർത്താവായിട്ടോ എല്ലാം നമുക്ക് ഭഗവാനെ കാണാം. ഇതെല്ലാം കാണാവുന്ന ഒരേ ഒരു ആളേ ഉള്ളൂ, അതാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. അത് ഒത്തിരി പേർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒത്തിരി പേർക്ക് അത് അനുഭവം ഉണ്ടാവും. അനുഭവങ്ങൾ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ നന്നായിരുന്നു കേട്ടോ. അങ്ങനെ ചിലർക്കുള്ളൊരു സംശയമാണ്, ഗുരുവായൂരപ്പൻ ഭഗവാനല്ലേ, ഇപ്പം ഭഗവാനായിട്ട് മാത്രമല്ലേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ? അങ്ങനെയല്ല കേട്ടോ. നമുക്ക് നമ്മുടെ കൂടപ്പിറപ്പായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു